മോളുടെ ഒപ്പം ഇല്ലേ ആളില്ലേ മോക്കിന് പ്രത്യേകിച്ച് നേതാവാണോ? കുട്ടി എത്ര പേർക്ക് എന്തെല്ലാം കൊടുക്കുന്നുണ്ട്. എനിക്ക് തന്നെ ഇപ്പൊ എന്തെല്ലാം കൊണ്ടു തന്നു. ആഹാരം തന്നില്ലേ മോള് ഇവിടെ ജീവിച്ചിരുന്നപ്പോൾ ആഹാരം തന്നില്ലേ നാഗാദേവിക്കും? എന്റെ പൊന്നു നാഗച്ചേച്ചി, അവനെ എവിടുത്തെ നേതാവാ? 2 ആപ്പിളും 4 പഴവും ആ മണിയെങ്കിലേക്ക് അവിടെ വന്ന് എന്തോ എനിക്ക് തോന്നുന്നു പണ്ടേ ലവൻ അടിയിട്ട് പിണങ്ങിപ്പോയപ്പോഴേ ഏതോ മുസ്ലിയാരുടെ അടുത്ത് പോയിട്ട് മൊട്ടയിൽ ഊട്ടിയിട്ട് കൂടുപാത്രം ചെയ്തിട്ട് അവനെ തിരിച്ചു പിടിച്ച എന്ന് പറയുന്ന നാഗച്ചേച്ചി എന്തോ ഒരു പണി നാഗച്ചേച്ചിക്ക് തന്നിട്ടാ ഇവനിപ്പോ അവിടെ നേതാവ് കളിക്കാൻ വന്നത്. അല്ലടാ മണിക്കുണക്കാ, നിനക്ക് എവിടുത്തെ നേതാവാവണ്ട? ഇവിടുത്തെ ജനങ്ങളെ മൊത്തത്തിൽ കയ്യിലെടുത്തിട്ട് നേതാവണോ, അതോ വല്ല നിയമസഭയിലോട്ടെങ്ങാനും പോണോ? അവിടെ പോയി കഴിഞ്ഞാല് എന്തെങ്കിലുമൊക്കെ പറയുന്നതിനിടയ്ക്ക് ഇങ്ങനൊക്കെ കുലുങ്ങുവാണെങ്കിൽ പണിയടിക്കും. അത് പിന്നെ അവിടെ ഇരിക്കുന്നവർക്ക് എല്ലാം ഒരു മെനക്കെട്ട പരിപാടിയാണ്. നമ്മുടെ മന്ത്രിസഭയൊക്കെ പിരിച്ചിടേണ്ട അവസ്ഥ വരുവേ. എന്തായാലും നാഗച്ചേച്ചി, നിങ്ങളെ നമ്മൾ നല്ലൊരു മനുഷ്യനായിട്ടാ കണ്ടിട്ടുള്ളത്. കാരണം നിങ്ങൾ എന്തൊക്കെ വാ തുറന്ന് വിളിച്ചു പറഞ്ഞാലും ശരി, നല്ലതാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം നിങ്ങളെ ഒരു കോമഡി തമാശയും കിട്ടി നമ്മൾ ചിരിച്ച് ചാവാറുണ്ട്. പക്ഷെ യവനെ പോലുള്ള ഓരത്തിന് വേണ്ടി ചേച്ചി ഇങ്ങനെ സപ്പോർട്ടിട്ട് ഇറങ്ങരുത്. കാരണം ഇവൻ എവിടുത്തെ നേതാവാണെന്ന് അവൻ നേതാവാൻ നോക്കി പലയിടത്തും, പക്ഷെ എല്ലായിടവും ചീറ്റി പോവുക. നീ ചേച്ചിക്ക് 2 പഴവും 4 ആപ്പിളും കൊണ്ട് തന്നിട്ട് ചേച്ചിയെ കൊണ്ട് പറയിപ്പിച്ച് നേതാവാനാണെങ്കിൽ മണിക്കിലുക്കം വെറുതെ ആയിരിക്കും. ആ കിളിക്കുന്ന സമയം വേറെ വല്ലയിടം കൊണ്ടേ കിളിക്ക്. ഇവിടെ ഏക്കത്തില്ല. അങ്ങനൊന്നും ചേച്ചിയെ കൊണ്ട് പറയിപ്പിച്ചാൽ പോലും കേട്ടാ.